കഴിഞ്ഞ ദിവസം കേരള ഹൈക്കോടതി SFIOയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കുറ്റപത്രം സമർപ്പിച്ചതിൻ്റെ തുടർ നടപടികൾ 2 മാസത്തേക്ക് സ്റ്റേ ചെയ്തിട്ടുണ്ട്. ആ വാർത്ത ഇപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ കണ്ടിട്ടുണ്ടാവും. അതിൽ നമ്മുടെ പ്രേക്ഷകരായിട്ടുള്ള കുറച്ച് ആളുകൾ എനിക്ക് മെസ്സേജ് അയക്കുകയും എന്നോട് വിളിച്ച് ചോദിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. യഥാർത്ഥത്തിൽ SFIOയുടെ കേസ് എന്ത് സംഭവിച്ചു? കാരണം SFIOയ്ക്ക് വീണ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞൊക്കെ ഞാൻ വീഡിയോ ചെയ്തതുകൊണ്ട് അപ്പോൾ അത്തരത്തിൽ ഈ കേസ് തന്നെ ഇല്ലാതായോ, അതായത് പ്രഥമ ദൃഷ്ട്യാ തെളിവില്ല എന്ന് കണ്ടിട്ടാണോ ഈ ഹൈക്കോടതി ഇത്തരത്തിൽ തുടർ നടപടികൾ സ്റ്റേ ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നൊരു സംശയമുണ്ട്. യഥാർത്ഥത്തിൽ അതുകൊണ്ടല്ല. ഈ കേസ് ഇപ്പോൾ നമുക്കറിയാം, ഇതുമായി ബന്ധപ്പെട്ട് 2 കേസുകൾ നടക്കുന്നുണ്ട്. ഒന്ന് ഡൽഹി ഹൈക്കോടതിയിൽ നടക്കുന്ന കേസാണ്. ഡൽഹി ഹൈക്കോടതിയിൽ നടക്കുന്ന കേസ് CMRL പറയുന്നത് ഇത്തരത്തിൽ അന്വേഷിക്കാനായിട്ട് SFIOയ്ക്ക് യാതൊരു വിധത്തിലുള്ള അധികാരവുമില്ല. കാരണം ഇത് ഇൻകം ടാക്സ് സെറ്റിൽമെൻറ്റ് ബോർഡിൽ സെറ്റിൽ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇത്തരത്തിൽ SFIOയുടെ അന്വേഷണം തന്നെ നിയമപരമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ കോടതിയിൽ പോയിട്ടുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ തവണ കപിൽ സിബൽ ഉന്നയിച്ച വാദമെന്ന് പറയുന്നത് കുറ്റപത്രം സമർപ്പിക്കില്ല എന്നുള്ളത് SFIOയുടെ അഭിഭാഷകൻ ഒരു കോടതിയിൽ പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കേൾക്കുന്നത് മറ്റൊരു ജഡ്ജിയാണ്. അതായത് അന്ന് വാദം കേട്ടിട്ടുള്ള ജഡ്ജിയിലേക്ക് തന്നെ ആ കേസ് മാറ്റാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇതാണ് ഡൽഹി ഹൈക്കോടതിയിൽ നടന്നിട്ടുള്ളത്. പക്ഷേ അതിന് ശേഷം നമുക്കറിയാം കേരളത്തിലെ ഒരു കോടതിയിലേക്ക് ഈ SFIOയുടെ കംപ്ലൈൻറ്റ് അവർ സബ്മിറ്റ് ചെയ്തു. കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡിക്റ്റ്മെൻ്റാണ്, കുറ്റപത്രമാണ്. ആ കുറ്റപത്രം 13ഓളം വരുന്ന പ്രതികളെ വെച്ചുകൊണ്ട്, അതായത് CMRLലെ മറ്റേ ശശിധരൻ കർത്തയും ഒക്കെ പ്രതികളായിക്കൊണ്ടുള്ള 4 കമ്പനികളാണ്. ബാക്കിയുള്ള ആളുകൾ വീണ 11ാമത്തെ പ്രതിയാണ്. അപ്പോൾ അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്താണ്, അതുകൊണ്ട് വിശദീകരിക്കുന്നില്ല. ശശിധരൻ കർത്തയാണ് 1ാമത്തെ പ്രതി, വീണ 11ാമത്തെ പ്രതിയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രതികൾ തീരുമാനിച്ചുകൊണ്ട് ഒരു കുറ്റപത്രം നമുക്ക് കംപ്ലൈൻറ്റ് എന്നതിനെ ടേം ചെയ്യുന്നത് കംപ്ലൈൻറ്റ് എന്നാണ്. അത് സെഷൻസ് കോടതിയിലേക്ക്, ജില്ലാ കോടതിയിലേക്ക് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്, എക്കണോമിക് ഒഫൻസ് കോടതിയിലേക്ക്. അപ്പോൾ അങ്ങനെ എക്കണോമിക് ഒഫൻസ് കോടതിയിലേക്ക് സബ്മിറ്റ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഡൽഹി ഹൈക്കോടതിയിൽ നേരത്തെയുള്ളൊരു കേസ് നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും ഈ പ്രതികളായിട്ടുള്ള ആർക്ക് വേണമെങ്കിലും കോടതിയിൽ പോകാവുന്നതാണ്. കാരണം ഈ ജുറിസ്ഡിക്ഷനിലേക്ക് കൂടി അത് വരുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് CMRL ഇതിൻ്റെ തുടർ നടപടികൾ സ്റ്റേ ചെയ്യണമെന്ന് പറഞ്ഞ് കോടതിയിൽ പോയി. ആ കോടതിയിൽ പോയതിനാണ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി സ്റ്റേ കൊടുത്തത്. അങ്ങനെ സ്റ്റേ കൊടുക്കാനുണ്ടായ കാരണമെന്ന് പറയുന്നത് കൃത്യമായി ഇവരുന്നയിച്ചൊരു വാദം, പുതിയ ഭാരതീയ ന്യായ സംഹിത പ്രകാരം, പുതിയ നമ്മുടെ നിയമങ്ങൾ പ്രകാരം ചില കേസുകൾക്ക് കേസെടുക്കുന്നതിന് മുമ്പ് ഈ പറയുന്ന, അതായത് കുറ്റം ചെയ്തു എന്ന് പറയുന്ന ആളുടെ ഭാഗം കൂടി കേൾക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഡിഫമേഷൻ കേസ് എങ്ങനെയാണെന്ന് പറയുന്നു. അതുപോലെ മറ്റു പല കേസുകളിലുമുണ്ട്. ഇത് പലപ്പോഴും നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ക്രിമിനൽ കേസുകളിൽ അങ്ങനെ ചെയ്യാൻ കഴിയില്ലല്ലോ. ഇപ്പോൾ ബലാത്സംഗം ചെയ്തോ കൊലപാതകം ചെയ്ത ആളൊന്നും ആ ഭാഗം കേട്ടിട്ട് ഒരിക്കലും കേസെടുക്കാൻ കഴിയില്ല. അപ്പം അത്തരം കേസുകളിലല്ല, ചില കേസുകളിൽ ഇതുപോലെ മറ്റൊരാളുടെ എതിരായി നിൽക്കുന്ന പ്രതികളായിട്ടുള്ളവരുടെ ഭാഗം കൂടി കേൾക്കണമെന്നുണ്ട്. അപ്പോൾ ഈ കേസ് യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ഒരു കേസാണെന്നും അതുകൊണ്ട് തന്നെ ഈ പറയുന്ന പ്രതികളുടെ ഭാഗം കേൾക്കാതെയാണ് ഈ കേസെടുത്തതെന്നും പറഞ്ഞുകൊണ്ടാണ് CMRL ഇത്തവണ ഈ പറയുന്ന കേരള ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ളത്. അപ്പോൾ കേരള ഹൈക്കോടതിയിൽ സമീപിച്ചപ്പോൾ ആ ഒരു ഇഷ്യൂവിൽ തീരുമാനമെടുക്കാൻ സമയം വേണം. കാരണം ഈ SFIOയുടെയും അതുപോലെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെയും ഇതുപോലെ എടുക്കുന്ന കേസുകളൊക്കെ തന്നെ, പ്രത്യേകിച്ചും ഇത് നമുക്കറിയാമല്ലോ, ഒരു പരാതിക്കാരനില്ലാതെ, അതായത് കാശ് കൊടുത്തവർക്ക് പരാതിയില്ല, മേടിച്ചവർക്കും പരാതിയില്ല. ഇത് പരാതിയുള്ളത് ശരിക്കും ഇൻകം ടാക്സ് സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഒരു റിപ്പോർട്ടാണ്. അപ്പോൾ ആ സെറ്റിൽ ചെയ്ത റിപ്പോർട്ടിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ SFIOയുടെ അന്വേഷണം വന്നതാണ്. പിന്നെ കമ്പനീസ് രജിസ്റ്റർ ഓഫ് കമ്പനീസിൻ്റെ ചില നടപടിക്രമങ്ങളുടെയൊക്കെ ഭാഗമായി വന്നിട്ടുള്ള കേസാണ്. അപ്പോൾ അത്തരം കേസുകളിൽ ഈ പറയുന്ന അതായത് ഈ കുറ്റം ചെയ്തു എന്ന് പറയുന്ന ആളുടെ ഭാഗം കേൾക്കണോ വേണ്ടയോ എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. അപ്പോൾ ആ ചോദ്യത്തിന് മറുപടി പറയാനായിട്ട്, അല്ലെങ്കിൽ ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനായിട്ടാണ്, അല്ലെങ്കിൽ അതിനുള്ളൊരു സാവകാശം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് TR രവി എന്ന് പറയുന്ന ഹൈക്കോടതി ജസ്റ്റിസ് ഇത് 2 മാസത്തേക്ക് താൽക്കാലികമായി സ്റ്റേ ചെയ്തിട്ടുള്ളത്. അല്ലാതെ ഒരു കാരണവശാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന പ്രാഥമിക പരിശോധനയിലേക്കോ, പ്രാഥമികമായി ഇത് തെളിവുകൾ നിലനിൽക്കുന്നില്ല എന്നുള്ളതോ ഒന്നും കോടതി പരിഗണിച്ചിട്ടേ ഇല്ല. കോടതി അതിൻ്റെ മെറിറ്റിലേക്കേ പോയിട്ടില്ല. അപ്പോൾ അങ്ങനെ മെറിറ്റിലേക്ക് പോകാത്തത് കൊണ്ട് തന്നെ ഒരു കാരണവശാലും ഈ പറയുന്ന കേസിന് ഇപ്പോൾ താൽക്കാലികമായി നമുക്ക് എന്ത് സംഭവിക്കും എന്നൊന്നും പറയാൻ കഴിയില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.
പക്ഷേ എങ്കിലും ഞാൻ വിചാരിക്കുന്നു അൾട്ടിമേറ്റ്ലി ഈ കേസ് തെളിയിക്കുകയും ഇതിന്മേൽ ശിക്ഷിക്കപ്പെടാനുമൊക്കെയുള്ള സാധ്യതകൾ വളരെ 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 വിരളമാണ്. അതിപ്പോൾ ഏറ്റവും ഒടുവിലത്തെ ജഡ്ജിമെൻറ്റ് ഞാനിപ്പോൾ ഷോൺ ജോർജിനെ വിളിച്ചതൊന്ന് അയച്ചു തരാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അത്തരത്തിൽ ആ ജഡ്ജിമെൻറ്റ് ഞാൻ നോക്കിയിട്ട് പോലും സ്വാഭാവികമായും പറഞ്ഞാൽ ആ ജഡ്ജിമെൻറ്റുകളിലൂടെ നമ്മൾ കടന്നുപോയാൽ പോലും നമുക്കറിയാം ഇതിൻ്റെ ഒരു മെറിറ്റിലേക്ക് കോടതി ഒരു കാരണവശാലും കടന്നിട്ടില്ല. ഇത്തരം സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് കടന്നിട്ടുള്ളത്. ഇതിൽ നമ്മുടെ ഈ പറയുന്ന കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ള SFIOയുടെയൊക്കെ അഭിഭാഷകരടക്കം ഇവിടെ വാദിച്ചിട്ടുള്ളത്, അവർക്ക് വേണ്ടി ഉള്ള അഭിഭാഷകരടക്കം വാദിച്ചിട്ടുള്ളത് ഇതിൻ്റെ ഒരു കേസ് നിലനിൽക്കുന്നത് പഴയ കാലത്താണെന്നും എൻ്റെ സംഭവം ഉണ്ടായത് പഴയ കാലത്താണെന്നും അപ്പോൾ അന്നത്തെ നിയമങ്ങളാണ് ബാധകമാവുക എന്നുള്ളതും അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ പറയുന്ന പ്രതികളായിട്ടുള്ള ആളുകളുടെ ഭാഗം കേൾക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതുമൊക്കെയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കൺഫ്യൂഷൻ, അതായത് വളരെ കൃത്യമായി പറഞ്ഞാൽ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള പൊതുവെയുള്ള നിയമപരമായ ഒരു അക്കാഡമിക് ആയിട്ടുള്ള ഒരു സംശയത്തിൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി കണ്ടെത്താൻ സാവകാശം കിട്ടുന്നതിന് വേണ്ടി മാത്രമാണ് കോടതി ഈ പറയുന്ന പോലെ 2 മാസത്തേക്ക് SFIOയുടെ കേസും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തുടർ നടപടികളും സ്റ്റേ ചെയ്തത്. ഇത് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ SFIO യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ പറയുന്ന പിണറായി വിജയനും അതുപോലെ വീണ വിജയനും ഒക്കെ നോട്ടീസ് അയക്കാൻ പോകുന്നു. അപ്പോൾ അങ്ങനെ നോട്ടീസ് അയക്കാൻ പോകുമ്പോൾ ഉടനെ തന്നെ പിറ്റേ ദിവസം CMRL കേരള ഹൈക്കോടതിയിലെത്തുന്നു. അപ്പോൾ ഹൈക്കോടതി അപ്പം തന്നെ സ്റ്റേ ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ ആളുകൾക്ക് ചിലപ്പോൾ ഈ കേസ് തന്നെ അങ്ങോട്ട് ഇല്ലാതായി പോയേക്കാം, അല്ലെങ്കിൽ അത്ര വലിയ സ്വാധീനമുള്ള ഒരാളായി പിണറായി വിജയൻ മാറിയോ എന്നൊക്കെ സംശയം തോന്നാം. പക്ഷേ എങ്കിൽ പോലും അങ്ങനെ സ്വാധീനമൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിൽ പോലും ഈ കേസിൽ ഇപ്പോൾ യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ളത് ഇത് മാത്രമാണ്. ഇതിനേക്കാൾ ഇമ്പോർട്ടൻ്റായി ഞാൻ കാണുന്നത് ഈ പറയുന്ന ഡൽഹിയിലെ കേസാണ്. ഡൽഹിയിലെ കേസിനെ കുറിച്ച് ഞാൻ വളരെ വിശദമായിട്ടുള്ളൊരു വീഡിയോ നേരത്തെ തന്നെ ചെയ്തിട്ടുണ്ട്. ആ ഡൽഹിയിലെ കേസിൽ നേരത്തെ പറഞ്ഞതുപോലെ വലിയ തോതിലുള്ള വാദം നടക്കുകയാണ്. അവിടെ ലക്ഷക്കണക്കിന് രൂപ, അതായത് അഡ്വൈസിന് വേണ്ടി മാത്രം 15-20 ലക്ഷം രൂപയൊക്കെ മേടിക്കുന്ന കപിൽ സിബലിനെ പോലെയുള്ള അതിമിടുക്കനായിട്ടുള്ള ഒരു അഡ്വക്കേറ്റാണ് അവിടെ യഥാർത്ഥത്തിൽ ഈ പറയുന്ന CMRLലും ശശിധരൻ കർത്തയ്ക്കും വേണ്ടി ഹാജരാകുന്നത്. അദ്ദേഹത്തിൻ്റെ വാദമെന്ന് പറയുന്നത് അവിടെ ഡൽഹിയിൽ ഞങ്ങൾ അന്വേഷണം തുടരും, പക്ഷെ അന്വേഷണ റിപ്പോർട്ട് കൊടുക്കില്ല എന്നാണ് വാക്കാൽ വെർബലി കോടതിയോട് അന്ന് ഈ പറയുന്ന SFIOയുടെ കൗൺസിൽ, അതായത് SV രാജു അല്ല എന്ന് വന്നത് അഡീഷണൽ സോളിസിറ്റർ ജനറലാണ്. അപ്പോൾ അത്തരത്തിലുള്ള SFIOയ്ക്ക് വേണ്ടി ഹാജരായിട്ടുള്ള വക്കീൽ അവിടെ വെർബലി പറഞ്ഞിരുന്നുവെന്നും അതിനെ ലംഘിച്ചുകൊണ്ടാണ് ഇപ്പോൾ എറണാകുളത്ത് ഈ കോടതിയിലെ എക്കണോമിക് ഒഫൻസ് കോടതിയിൽ ഈ കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത് എന്നുമുള്ള കേസാണ്. അപ്പോൾ അത് കുറച്ചുകൂടി ഗൗരവമുള്ളൊരു കേസാണ്. എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ അന്വേഷണം നടത്താൻ SFIOയ്ക്ക് അധികാരമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഈ കേസ് നിലനിൽക്കുന്ന പ്രശ്നമേ ഇല്ല. അപ്പോൾ ഏറ്റവും നിർണായകമായിട്ടുള്ളത് ഡൽഹി ഹൈക്കോടതിയിലാണ്. ഇവിടെ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം മാത്രമേ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ പ്രശ്നം ഇത് നിലനിൽക്കുമോ, ഇത് പരാതിക്കാരൻ്റെ അല്ലെങ്കിൽ ഈ പറയുന്ന പ്രതികളുടെ ഭാഗം കൂടി കേൾക്കണോ എന്നുള്ള കാര്യത്തിൽ മാത്രമേ സംശയമുള്ളൂ. അതിലൊരു ക്ലാരിഫിക്കേഷൻ വരുത്താനുള്ള സമയം മാത്രമാണ്, ഒരു ഇടക്കാല ആശ്വാസം മാത്രമാണ് പിണറായി വിജയനും വീണ വിജയനും കിട്ടിയിട്ടുള്ളത് എന്നുള്ളതാണ് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വസ്തുത.